ഗിവ് അവേ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാൽ ഇത് തന്നെയാണ് ഇപ്പൊ ട്രെൻഡിങ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ മലപ്പുറം കോട്ടക്കിൽ ഇതാ ഒരു റിയൽ ലൈഫ് ഗിവ് അവേ വന്നിട്ടുണ്ട്. ലുക്കൂസ് ഫിഷ് സ്റ്റാളിലാണ് നമ്മളിപ്പോ ഉള്ളത്. എന്താണ് ആ ഗിവ് അവേ എന്ന് കണ്ടു തന്നെ അറിഞ്ഞോളൂ. വന്നോളെ എല്ലാരും ബരിക്ക് കിട്ടാ താന്നൂര് ബത്തള് മുത്ത് പോലത്തെ ബത്തള് സൗജന്യമായിട്ടാണ് 1500 കിലോ ലുക്കു ഫിഷ് സ്റ്റാൾ കൊടുക്കുന്നത്. സൗജന്യമാണ്, ഫുള്ള് ബത്തള് സൗജന്യം 1500 കിലോ. 20ാമത്തെ കൊല്ലായിട്ട് 1500 കിലോ ബത്തള് ഫ്രീ ആയിട്ട് നമ്മൾ സൗജന്യം സന്തോഷത്തിന് കൊടുക്കണം. നമ്മളൊക്കെ ഇത് സന്തോഷത്തിന് കൊടുക്കട്ടെ. ധൈര്യമായിട്ട് പോലും എല്ലാവർക്കും ഓരോരോ കിലോ, ഒരു തലക്ക് 1 കിലോ ഫ്രീ ആണ്. ഇന്നിപ്പോ 1300 ആൾ ഇപ്പൊ കൊടുത്തു. 1500 ആൾക്ക് സാധനം ഉണ്ട്. 1300 ആൾ പോയി, 1300 ആൾ വന്ന് പോയി. നമ്മള് സന്തോഷത്തിന് കൊടുക്കണം, അല്ലാതെ ഒന്നുമല്ല. വേറെ ഒരു ഉദ്ദേശത്തിലില്ല. നമ്മള് സന്തോഷത്തിന് കൊടുക്കണം ജനങ്ങൾക്ക്. നമ്മൾ സന്തോഷത്തിന് ഈ കായില്ലാത്ത ടൈമില് എല്ലാവരും മീൻ കൂട്ടട്ടെ, കായില്ലാത്തവർക്ക് മീൻ കൂട്ടട്ടെ. അതിനൊരു സന്തോഷം കൊടുക്കണം. നല്ലൊരു തീരുമാനമാണ്. ഈ കാലത്ത് മീനിനൊക്കെ ഇങ്ങനെ വില കിട്ടുമ്പോ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞാല് കുഴപ്പമില്ല. അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടെന്ന് ഇപ്പോ അറിഞ്ഞപ്പോ വന്നതാണ്. നമ്മളെ എന്താണെന്ന് അറിയാൻ നോക്കട്ടെ. നല്ലൊരു കാര്യമാണ് അത്. നമ്മുടെ നാട്ടിലുള്ള ഒരാളാണ് വന്ന ആള്. അവനിങ്ങനെ സ്ഥാപനം തുടങ്ങിയപ്പോ അപ്പൊ അവര് നല്ലൊരു സംഗതി ചെയ്യുന്നത് നല്ല ആളുകൾക്ക് ഏറ്റവും ഗുണപ്രദമായ ഒരു കാര്യമാണ്. അപ്പോൾ അരുൺ അമർനാഥ് നമ്മളോട് മലപ്പുറത്ത് നിന്ന് ഇതിൻ്റെ കഥ പറയും. അരുണേ, ഇപ്പോൾ ഗിവേകളൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ടല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ പല രീതിയിലാണ്. ഇത് പക്ഷേ 1000 കിലോ മീൻ എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസയൊന്നുമല്ല. 20 വർഷം നാട്ടുകാർ നൽകിയ സ്നേഹത്തിനുള്ളൊരു പ്രതിപകാരം എന്നൊക്കെ കണക്കാക്കാം. എങ്കിലും വമ്പൻ ഹിറ്റുമായി. എങ്ങനെയാണ് ഈ ഐഡിയയിലേക്കൊക്കെ വന്നേ? ദിവിശേട്ടാ, നമ്മള് പലതരത്തിലുള്ള ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആണ് ഈ ഗിവ് അവേകൾ. പലപ്പോഴും ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നവർക്കും ഇതൊക്കെ കൊടുക്കും. പക്ഷേ ഇവിടെ അങ്ങനെ യാതൊരു മാനദണ്ഡങ്ങളുമില്ല. ആദ്യം വരുന്ന 1000 പേർക്ക്, ആദ്യം എത്തുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ കൈ നിറയെ കൊടുക്കുകയാണ്. 1 കിലോ നെത്തോലി എന്ന് പറയും. മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ബത്തൽ എന്നൊക്കെ പറയും. ബത്തൽ, നെത്തൽ എന്നൊക്കെ പ്രാദേശികപരമായിട്ട് നമ്മളിവിടെ പറയും. ചെറിയ നമ്മുടെ മീനാണ് ഇവിടെ കൊടുക്കുന്നത്. അതും ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായാണ്. ഈ ലുക്ക് ഫിഷ് സ്റ്റാള് 20 വർഷങ്ങളായി, 2 പതിറ്റാണ്ടായി ഇവർ തുടങ്ങിയിട്ട്. അതിൻ്റെ ഉടമ നമ്മളോട് പറഞ്ഞു, ഞാൻ അന്തിക്ക് ബക്കറ്റിലൊക്കെ മീൻ വിറ്റ് നടന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അത് ഈ തൊഴിലിനോടുള്ള അത്രമേലുള്ള ഒരു സ്പിരിറ്റുണ്ട്, ഈ തൊഴിലിനോടുള്ള ഒരു ഊർജ്ജം കാണിക്കുന്നുണ്ട്, ആ ഒരു ആത്മാർത്ഥതയുണ്ട്. അതെല്ലാം അതേ എനർജിയിലാണ്. വേഗം വന്നോളൂ കടന്നു വന്നോളൂ എന്നുള്ളവരുടെ വിളികൾ ഇങ്ങനെ വരുന്നു. കുറേ ആളുകൾ വരുന്നു. ആളുകളും ഹാപ്പിയാണ്, നല്ല പോസിറ്റീവായാണ് ആളുകളും അവിടെ എത്തുന്നത്. നമുക്ക് കണ്ടപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബായി. കാരണം ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി, പ്രത്യേകിച്ച് ഒരു വറുതിക്കാലമാണ്, ഈ ഊൺമേശകളെ പോലും ബാധിക്കുന്ന ഒരു വറുതിക്കാലമാണ് ഈ ട്രോളിംഗ് കാലം എന്ന് പറയുന്നത്. കാരണം മീൻ കൂട്ടി ചോറുണ്ണാന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു പതിവ് രീതിയാണ്, പ്രത്യേകിച്ച് ഈ മലബാറിലും മലപ്പുറത്തും ഒക്കെ. അപ്പോൾ ആ കാലത്ത് ഇങ്ങനെ ഒരു മനസ്സ് നിറയ്ക്കുന്ന ഒരു സമ്മാനം തന്നെയാണ് ഇവരെന്തായാലും കൊടുത്തത്. അവർക്ക് എല്ലാവിധ ആശംസകളും. ഈ രീതിയിൽ തന്നെ മികച്ച രീതിയിൽ അവർ മുന്നോട്ട് പോട്ടെ എന്നുള്ളത് തന്നെ. അതെ. കാരണം അവരാക്കിയത് ഈ കച്ചവടമാണ്. 20 വർഷമായി നാട്ടുകാർ നൽകിയ സ്നേഹമൊക്കെയാണ്. അപ്പോൾ അവരുടെ ഒരു സ്നേഹം നൽകുകയാണ്. എന്തായാലും 1000 കിലോ മീൻ ചെറുതല്ല.